ഇനിയിപ്പോ ഗിരിയോട് എന്ത് പറയും? ഗിരിയെ അറിയിക്കാൻ ഇവൾക്കായിരുന്നല്ലോ തിടുക്കം. ഇപ്പൊ കുറ്റം മുഴുവനും എനിക്കായല്ലേ? കുറ്റം പറഞ്ഞതല്ല, നമുക്ക് കുറച്ച് തിരക്ക് കൂടി പോയെന്ന് തോന്നുന്നു. ഇനി ഞങ്ങളുടെ മുമ്പിൽ സമയം കുറവാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞ തുകയുടെ പകുതി അഡ്വാൻസ് ആയിട്ട് തരും. എത്രയും പെട്ടെന്ന് കാര്യം നടക്കണം. അവൾ ഇന്നലെ രാത്രിയല്ലേ പോയത്. അധിക ദൂരം പോയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇനി തിരിച്ചു വരാത്ത വിധത്തില് അതങ്ങ് തീർത്തേക്കണം. കൊല്ലണം. അല്ലെങ്കിൽ ഒരു കാലത്തും തിരിച്ചു വരാത്ത വിധത്തില് എന്തെങ്കിലും ചെയ്യണം. മോളെ ഇനി ആരും കൊണ്ടുപോകാൻ വരില്ല. അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്റെ മോളെ ഒരിക്കലും ഇനി എന്റെ കയ്യിൽ നിന്നെടുത്ത് കളയല്ലേ ഭഗവാനെ. എല്ലാം തീർത്തടത്തുനിന്ന് തന്നെ ഭഗവാൻ കൊണ്ട് തന്നതാ എനിക്കിവളെ. അമ്മ ഇനി ഒരിക്കലും മോളെ വിട്ടുകൊടുക്കില്ല കേട്ടോ. വാ സച്ചുട്ട, വേഗം നടക്ക്. ഞാനൊരു കൊട്ടേഷൻ തരാനാ വിളിപ്പിച്ചത്. കൊട്ടേഷന്? അതും താൻ? അതെന്താ, എനിക്ക് കൊട്ടേഷൻ തരാൻ പറ്റില്ലേ? പറ്റാഞ്ഞിട്ടല്ലേ? ശരി, നീ വന്ന കാര്യം പറ. എനിക്ക് അവളെ കൊല്ലണം. അല്ലെങ്കിൽ എന്നേക്കുമായി അവളെ ഈ നാട്ടിൽ നിന്ന് വീണ്ടും ഓടിക്കണം. അതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ തരും. ആരെ? അവളെ, വസുദയെ. തന്റെ ശത്രു മറ്റു ചിലർക്കും കൂടി ശത്രുവാണ്. അവരും എനിക്ക് ഇതേ വർക്കിന് കൊട്ടേഷൻ തന്നിട്ടുണ്ട്. അതാരാ മറ്റു ശത്രുക്കള്? അത് താൻ അറിയാത്തൊരു വലിയ കഥയാണ്. അതിപ്പോ തനിക്ക് ദഹിക്കണമെന്നില്ല. ഇത്രയും കാലം അവൾ എവിടെയായിരുന്നു എന്നാണോ? അത് നല്ല കുട്ടി. അവൾക്ക് പരമ്പരാഗതമായി വന്നു ചേരാനിരിക്കുന്നതൊരു വലിയ നിധിയാണ്. അതവൾക്കറിയില്ല. കുഞ്ഞുങ്ങളെയും കൊണ്ട് മറഞ്ഞുപോയ വസുദയെ കണ്ടെത്താൻ ഗിരിക്ക് കഴിയുമോ? ചതിയും വഞ്ചനയും നിറഞ്ഞ ബന്ധങ്ങളുടെ ലോകത്തു നിന്നും തന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വസുദ എങ്ങോട്ടേക്കാണ് മാഞ്ഞു പോയത്? അവിടെ ഒരു സ്ത്രീയും 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞതല്ലാതെ അത് വസുദേ മക്കളാണെന്ന് കൺഫേം ആക്കിയിട്ടൊന്നുമില്ല. 1000 അപകടങ്ങൾ പതിയിരിക്കുന്ന പുറം ലോകത്ത് നിസ്സഹായയായ ആ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും അതിജീവനം സാധ്യമാകുമോ? കാണുക വസുദ തുടർന്നുള്ള ഭാഗങ്ങളിൽ.